ബാലരാമപുരം ടൗൺ മുസ്ലിം ജമാഅത്തിൽ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനും സംഘവും വിവരിക്കുകയാണ്. എങ്ങനെയായിരിക്കണം ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് വോട്ടിംഗ് പാറ്റേൺ എന്നതാണ് ഇവർ വിവരിക്കുന്നത്. മറക്കണ്ട, ഇതിൽ 15 വോട്ടിന് മാത്രമാണ് നിങ്ങൾക്ക് അവകാശം. സ്നേഹം കൊണ്ട് 16 പോയാൽ 15 അസാധുവാകും. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നോക്കുക, ഈ 15 ആരാണ് നമ്മളെ പള്ളി പരിപാലനത്തിന് യോഗ്യരായവർ, അവർക്ക് മാത്രം വോട്ട് ചെയ്യുക. മറക്കരുത്, പാനലില്ല, വ്യക്തികൾ മാത്രമാണ്. വ്യക്തികളെ നോക്കുക, വ്യക്തികൾക്ക് വോട്ട് ചെയ്യുക. നമ്മളൊന്നാണ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ബാലരാമപുരം ടൗൺ ജമാഅത്ത് സഹോദരങ്ങളെ, നമ്മുടെ 2025 പരിപാലന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പാണ് നമ്മളെ ജമാഅത്തിലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സംബന്ധമായി ചില സൂചനകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കൂടിയത്. അതായത് നമ്മളെ ജമാഅത്തില് 47 പത്രികകൾ വാങ്ങിച്ചു. അതിൽ 34 എണ്ണം തിരികെ സമർപ്പിക്കുകയുണ്ടായി. 34 എണ്ണം സമർപ്പിക്കുകയുണ്ടായി. അതിൽ 34 ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരാള് മരണപ്പെട്ടുപോയി. അത് വളരെ വേദനയോടുകൂടി പറയാണ്. നമ്മളൊരു സഹോദരനാണ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത്. ഈ ഒരു കാലഘട്ടത്തിൽ അത് നമ്മൾ ഓർക്കേണ്ട ഒരു ഇതാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. ഈ 33 പേരാണ് നിലവിലുള്ളത്. ഈ 33 പേര് മെഹലിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് പല ക്ലിപ്പുകളും വീഡിയോകളും ഫോട്ടോസും കിട്ടിയിട്ടുണ്ടാവും. പാനൽ എന്നൊരു സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചതല്ല. തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട്, പൊതുയോഗത്തിലും തീരുമാനം എടുത്തിട്ടുണ്ട്, പാനലല്ല, ഓരോ വ്യക്തികളാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ പത്രിക കൊടുത്തിട്ടുള്ളതും സ്വീകരിച്ചിട്ടുള്ളതും വ്യക്തികൾക്കാണ്, അല്ലാതെ ഓരോരുത്തർക്കും പാനൽ എന്ന് പറഞ്ഞൊരു സംവിധാനം ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഏത് വീഡിയോ അല്ല, എത്ര പ്രകോപനം, എത്ര രീതിയിലുള്ള ഏത് രീതിയിലുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് തന്നാലും 1 14 20 15 തന്നാൽ അതല്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള ചിത്രം. ഇതില് 15 അംഗങ്ങളെ സെലക്ട് ചെയ്ത് നമ്മളെ ബാലരാമപുരം ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ പരിപാലന സമിതിയിലേക്ക് തെരഞ്ഞെടുത്ത് തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ വോട്ടിംഗ് ചെയ്യാൻ വരുന്നവർ അതിന്റെ സമയം വന്നിട്ട് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെയാണ്. ഇതിൽ നമ്മുടെ വോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതേണ്ടത് ഒന്ന് ജമാഅത്ത് അംഗത്വ കാർഡ്. അത് കയ്യിലില്ലാത്തവർ സർക്കാർ ഗവൺമെന്റിന്റെ തിരിച്ചറിയൽ കാർഡ്, അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വോട്ടർ ID കാർഡ് ഇത് നിർബന്ധമായിട്ട് കൊണ്ടുവരണം. വോട്ട് രേഖപ്പെടുത്തുന്ന ജമാഅത്ത് അംഗങ്ങൾ വാർഡ് നമ്പറും ക്രമനമ്പറും അറിയുന്ന ഏതെങ്കിലും റെസിപ്റ്റ് കയ്യിൽ കരുതിയാൽ വോട്ട് വളരെ വേഗത്തിൽ രേഖപ്പെടുത്തി പുറത്ത് കിടക്കാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖ കൂടെ കൊണ്ടുവരേണ്ടതാണ്. ഒരു വോട്ടർക്ക് 15 വോട്ടിന്റെ അവകാശമാണ് ഉള്ളത്. 16 വോട്ട് രേഖപ്പെടുത്തിയാൽ ആ വോട്ട് അസാധുവായിരിക്കും. അതുകൊണ്ട് ആ വ്യക്തി 15 വോട്ടിൽ മാത്രമേ ചെയ്യാവൂ. 16 ആയാൽ അസാധുവാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ബാലറ്റ് പേപ്പർ. ഈ ബാലറ്റ് പേപ്പർ ഇങ്ങനെ പോളിംഗ് ഓഫീസർ ഇങ്ങനെ ബാലറ്റ് പേപ്പർ എടുത്തിട്ട് അകത്തേക്ക് ആദ്യത്തെ പോർഷന്റെ പകുതിയിൽ നിന്നും അകത്തേക്ക് മടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇടത് സൈഡുള്ള പോർഷനും അകത്തേക്ക് മടക്കി പിന്നെ ഇതിനെ ഇങ്ങനെ മടക്കിയാണ് വോട്ടറുടെ കയ്യിൽ 3 മടക്കിയാണ് വോട്ടറുടെ കയ്യിൽ പോളിംഗ് ഓഫീസർ കൊടുക്കുന്നത്. ഇതിനെ പോളിംഗ് ബൂത്തിനകത്ത് ചെന്ന് ഇതിനെ തിരിച്ച് നൂത്തതിന് ശേഷം നിവർത്തി ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് അതായത് സ്ഥാനാർത്ഥികൾക്ക് 15 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഇതിനെ വീണ്ടും തിരിച്ച് അതേ രീതിയിൽ തന്നെയാണ് മടക്കി ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. നമ്മുടെ ഈ ബാലറ്റില് 34 പേരുടെ ഇത് ലിസ്റ്റ് കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട 15 പേർക്ക് വോട്ട് നൽകാം. ഈ വോട്ട് നൽകുന്ന ഇപ്പൊ ഉദാഹരണം വന്നിട്ട് ഇതിലേതെങ്കിലും ഒരാൾക്ക് വോട്ട് നൽകുകയാണെങ്കിൽ അതിൽ വന്നിട്ട് നമ്മുടെ മറ്റേ മുദ്ര അടിക്കേണ്ടത് ഈ ഭാഗത്താണ്. ഇവിടെ മുദ്ര ഈ കോളത്തിനകത്ത് മാത്രം മുദ്ര അടിക്കുക. ഈ മുദ്ര അടിച്ചിട്ട് നമ്മൾ അവിടം വെച്ച് ആ സ്ഥാനാർത്ഥിയുടെ അവിടെ പകുതി മടക്കി വീണ്ടും ഈ ഇവിടെ നിന്ന് പകുതി മടക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മുദ്ര അടിക്കുമ്പോൾ
ആ മുദ്രയുടെ മഷി പടർപ്പ് വന്നിട്ട് ഇവിടെ മാത്രമേ വരുള്ളൂ. തിരിച്ച് നമ്മൾ ഇങ്ങനെ മടക്കുകയാണെങ്കിൽ അത് ഇവിടെ വരികയാണെങ്കിൽ 15-ൽ കൂടുതൽ സ്വസ്തിക് മുദ്ര വർദ്ധിക്കുകയും അത് വോട്ട് അസാധുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ മടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ പകുതി ആ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയുടെ അവിടെ വെച്ച് തന്നെ മടക്കി, ഇവിടെയും വെച്ച് മടക്കി, അതിനെ പിന്നെ ഈ പേപ്പറിന്റെ കറക്റ്റ് മധ്യഭാഗം പിടിച്ച് മടക്കി, അതിനെ വീണ്ടും മടക്കി, വീണ്ടും 4ആയിട്ട് മടക്കി തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. മറക്കണ്ട, ഇതിൽ നിങ്ങൾക്കുള്ള അവകാശം 15 വോട്ട് മാത്രം. ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങിയത് തൊട്ട് ഇന്ന് വരെ ബൈല നിയമം അനുസരിച്ചും എല്ലാ പേർക്കും നല്ല സപ്പോർട്ടോടുകൂടിയാണ് പോകുന്നത്. നമുക്ക് ഒരു പക്ഷത്തും ഞങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളും ഞങ്ങളെ കൂടെ സഹകരിക്കണം. എന്തെന്ന് വെച്ചാൽ 7 മണിക്കാണ് വോട്ടിംഗ് തുടങ്ങുന്നത്. വൈകുന്നേരം 5:30 മണി വരെ വോട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 7 മണിക്ക് കൗണ്ടിങ് തുടങ്ങും. ഇൻഷാ അള്ളാ അത് തീരുന്ന മുറയ്ക്ക് അപ്പം തന്നെ റിസൾട്ട് നമ്മൾ തരുകയും ചെയ്യും. നിങ്ങൾ വരുമ്പോൾ ഞങ്ങളായിട്ട് സഹകരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മളെ പള്ളിയിലെ നടയിൽ തന്നെ കൗണ്ടർ വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് സ്ലിപ്പ് കിട്ടും. ഈ നിങ്ങൾ അംഗത്വ നമ്പറും വാർഡ് നമ്പറും പറഞ്ഞു കൊടുത്താൽ സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് വാങ്ങിച്ച് നേരെ വരിക പോളിംഗ് ബൂത്തിലേക്ക്. നമ്മളവിടെ സെക്യൂരിറ്റി ഗാർഡുകൾ വെച്ചിട്ടുണ്ട്. വാളണ്ടിയേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവരായിട്ട് സംസാരിച്ച് നേരെ വന്ന് വോട്ട് ചെയ്യുക, തിരിച്ച് നിങ്ങളെ എത്തിക്കും. വേറെ അകത്ത് എന്തൊരു ആരെങ്കിലും നിങ്ങളെ വോട്ട് കാണിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ പാനലായിട്ട് ഇടുന്നവരോ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ അവകാശമാണ്, നിങ്ങളെ അധികാരമാണ്. 15 വോട്ട്, ഈ 33-ൽ നിന്നും 15 വോട്ടിന് നമ്മളെ ജമാഅത്തിന്, അള്ളാഹുവിന്റെ ഭവനത്തിന് നിങ്ങൾ തിരഞ്ഞെടുത്ത് തരണം. വീണ്ടും ഞാൻ പറയുന്നു, തുടക്കം തൊട്ട് ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ തുടക്കം തൊട്ട് ഇന്ന് ഈ സെക്കൻഡ്, ഈ ഇലക്ഷൻ തീരുന്നതുവരെ, പോളിംഗ് തീരുന്നതുവരെ ഞങ്ങൾക്കൊരു വാക്കേ ഉള്ളൂ: ഓരോ വ്യക്തിക്കുമാണ് വോട്ട്, പാനലിനല്ല. ആരായാലും ശരി, ബന്ധുവായാലും കൂട്ടുകാരായാലും കുടുംബക്കാരായാലും അത് മറക്കുക. അള്ളാഹുവിന്റെ ഭവനത്തിന് ഓരോ വ്യക്തിക്കും ആരാണ് നിങ്ങളെ മുമ്പിൽ, നിങ്ങളെ മനസ്സിൽ കഴിവുണ്ടെന്ന് തോന്നുന്നോ അവർക്ക് വോട്ട് ചെയ്യുക. ഏത് വീഡിയോ ക്ലിപ്പായാലും ശരി, എന്തായാലും ശരി, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മളെ ജമാഅത്തിൽ നാളെ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളെ മനസ്സ് അള്ളാഹുവിന് വേണ്ടി വോട്ട് ചെയ്യുക, വ്യക്തിക്ക് മാത്രം, പാനലിനല്ല. ഓർമ്മിപ്പിക്കുകയാണ്, വോട്ടവകാശത്തിന് ജമാഅത്തിലെ സ്ഥിരം അംഗത്വമായി 21 വയസ്സ് പൂർത്തിയായ പുരുഷന്മാർക്ക് മാത്രമാണ് വോട്ടവകാശം. കുടുംബമല്ല, കൂട്ടുകാരനല്ല, ബന്ധുക്കളല്ല, പള്ളി പരിപാലനത്തിനാണ്. അത് ഓർക്കുക, നോക്കുക.